ചുരുങ്ങിയത് 6 കാരണങ്ങൾ കൊണ്ടെങ്കിലും ഇത്തവണ മോദി ഈ കഴിഞ്ഞ തവണത്തേക്കാൾ നില കുറയ്ക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് CSDS തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഈ രാജ്യത്ത് മൊത്തമുള്ള അടിസ്ഥാന വർഗ്ഗങ്ങളിൽ അവരുടെ ജനജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. മൂന്നാമത്തതായി BJPക്ക് മോദിയല്ലാതെ മറ്റൊരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. 4 പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണിയിൽ കാണുന്ന വലിയൊരു ഉണർവും ഒപ്പം തന്നെ SP-യുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും നരേന്ദ്രമോദിക്ക് ബദലായി ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടായിരിക്കുന്നതും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇതുമാത്രവുമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന സുപ്രധാനമായ 2 വിധികൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അഴിമതി വിരുദ്ധമാണ് ഈ സർക്കാർ എന്ന പ്രതിച്ഛായ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നതടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ വരവടക്കം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പ്രയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചു കഴിഞ്ഞു. ആവനാടിയിൽ ഇനി പറയട്ടെ, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ്. ആവനാടിയിലെ എല്ലാ അസ്ത്രവും എടുത്ത് ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകിലോട്ടും എല്ലാം ഇത് വിട്ടു. അതെല്ലാം നരേന്ദ്രമോദി ഒറ്റയ്ക്ക് നിന്ന് തടുത്തിട്ടുണ്ടെങ്കിൽ ആ മോദി ഗ്യാരണ്ടി 10 മണി തൊട്ട് ഉണ്ണിസാർ കാണാൻ പോവാണ്. ഉണ്ണിസാറെ നിങ്ങൾക്ക് ഇനി അമ്പുകളൊന്നുമില്ല, ആവനാഴി ശൂന്യം. ശരി, ആവനാഴിയിലെ അമ്പുകൾ എല്ലായിടത്തേക്കും വിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദി ഒന്ന് വെച്ചാല് ആദ്യം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഈ പറയുന്ന ഫണ്ട് നിരോധിക്കുക, ഫണ്ട് ഫ്രീസ് ചെയ്യുക, പ്രതിപക്ഷ MP-മാരെയൊക്കെ കൂട്ടത്തോടുകൂടി പാർലമെന്റിൽ 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. അധികാരമില്ലാത്ത പ്രതിപക്ഷത്തിന് എന്ത് വിക്ഷേപിക്കാനാണ്? മോഡി അങ്ങേയറ്റം ഭയന്നിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് നിരോധിച്ചു. അതുപോലെ തന്നെ 2 മുഖ്യമന്ത്രിമാരെ പിടിച്ചകത്തിട്ടു. എല്ലാ പ്രതിപക്ഷ MP-മാർക്കും എതിരെയും എങ്ങനെയൊക്കെ കുതിരക്കച്ചവടം നടത്താമോ, ED ഉപയോഗിച്ച് പാർട്ടികളെ ഭിന്നിപ്പിക്കുക, CBI ഉപയോഗിച്ച് പാർട്ടികളെ ഭിന്നിപ്പിക്കുക, ഇങ്ങനെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് 2024 നരേന്ദ്രമോദി എന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ആത്മവിശ്വാസമുള്ളൊരു നേതാവിന്റെ പ്രകടനമല്ല. ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രതിപക്ഷം ഇത്തവണ വളരെ നന്നായി തന്നെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ സങ്കീർണമായ വിഷയങ്ങളല്ല, റഫാൽ പോലുള്ള വിഷയങ്ങളൊന്നുമല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നത്. അത് ജനം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് വോട്ടാകും. മറിച്ച് അപ്പുറത്ത് ഒരുപാട് നുണക്കഥകൾ ഒരിടത്ത് പറയുന്നു, മറ്റൊരിടത്ത് മാറ്റി പറയുന്നു. ഇതൊക്കെ നമ്മൾ പ്രധാനമന്ത്രി നിങ്ങളുടെ താലിമാല മോഷ്ടിക്കാനാണ് പ്രതിപക്ഷം ഇവിടെ മത്സരിക്കുന്നതെന്ന് പറയുന്ന ഗതികേടിലേക്ക് ഈ രാജ്യം എത്തി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഗാന്ധിജിയെ അറിയാത്ത പ്രധാനമന്ത്രി. അതെ, അറിയാത്ത പ്രധാനമന്ത്രി എപ്പോൾ പറഞ്ഞു മാഡം? അറിയില്ല എന്നല്ല പറഞ്ഞത്. ഹിന്ദി മനസ്സിലാക്കണം. ഹിന്ദി സുഗമ ഹിന്ദി മസായാൽ പോരാ, ഹിന്ദി അറിയണം. ഹിന്ദി അല്ല സാർ, ഹിന്ദി സാറിന്റെ കിഡ്നി അറിയൂ, കിഡ്നി കമഴ്ത്തി വെക്കാം. 1982 രാജ്യത്തെ ജനം അറിഞ്ഞത് എപ്പോഴാണ്? ഗാന്ധി സിനിമ കഴിഞ്ഞ ശേഷമാണ്. റിച്ചാർഡ് ആറ്റൻബറോയ്ക്ക് ശേഷമാണ് ഗാന്ധിയെ കണ്ടത് എന്ന ലോകം കേട്ടതാണ്. 7 മണി കഴിഞ്ഞ് ഹിന്ദി പഠിക്കേണ്ടതുണ്ട്. ഇനി 27 ഇത് ഹിന്ദി, രാഷ്ട്രഭാഷ ഹിന്ദി. അത് പ്രകാരം നമ്മൾ നോക്കൂ, രാഷ്ട്രത്തിന് അങ്ങനെ ഏകശിലാത്മകമായ ഒരു ഭാഷ താങ്കൾ സംസാരിച്ചു മലയാളത്തിലല്ലേ? ഒരു നിമിഷം നോക്കൂ, ഇനി ഈ അവശേഷിക്കുന്നത് 27 മിനിറ്റുകൾ മാത്രമാണ്. 27 മിനിറ്റുകൾ കഴിഞ്ഞാൽ സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് സ്ട്രോങ് റൂം തുറന്നൊരു വാർത്ത വന്നില്ല. സ്ട്രോങ് റൂം തുറന്നു. അതിനുശേഷം കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് മെഷീനുകൾ മാറ്റുന്നു. കൗണ്ടിംഗ് സെന്ററുകളിൽ മെഷീനുകൾ എത്തിത്തുടങ്ങിയാൽ ഉടൻ തന്നെ ആദ്യത്തെ ഫലസൂചനകൾ 8:10 കൂടി തന്നെ സ്ക്രീനുകളിൽ പ്രേക്ഷകർക്ക് ലഭിക്കാം. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും. പോസ്റ്റൽ ബാലറ്റിന് ശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എത്തുക. രാജ്യം ഒന്നാകെ ഉയർന്നു നിൽക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: 350+ എന്ന എക്സിറ്റ് പോൾ ഫലം ശരിയാകുമോ? 295 എന്ന ഇന്ത്യ മുന്നണിയുടെ കണക്കുകൾ ശരിയാകുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ കണക്കുകളിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ എത്ര LDF എത്ര UDF താമര വിരിയുമോ? ഈ ചോദ്യങ്ങളാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ കേരള
കേരളവും ഇന്ത്യയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നോക്കൂ, സ്ക്രീനിൽ നമ്മൾ കാണുന്ന സൂപ്പർ മാജിക് സ്ക്രീനിൽ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ 20 മണ്ഡലങ്ങളുടെയും ലീഡ് നില പ്രേക്ഷകർക്ക് അറിയാവുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ലീഡ് ഓരോ നിമിഷവും മാറിമറിയുന്ന ലീഡ് നിലകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ചാനലുകളിലെ വോട്ടെണ്ണലിൽ റിപ്പോർട്ടർ ബഹുദൂരം മുന്നിൽ കയറി വാടാ മക്കളെ. പ്രേക്ഷകർക്ക് ബിഗ് സല്യൂട്ട് ഫ്രം എൻടയർ റിപ്പോർട്ടർ ടീം. 87,000 പ്രേക്ഷകരുമായി റിപ്പോർട്ടർ ഈ കൗണ്ടിംഗ് ഡേയിൽ ബഹുദൂരം മുന്നിൽ. തൊട്ടടുത്തുള്ള എതിരാളി 60,000-ലെത്തി കിതയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. ഫുൾ ഓൺ, ഫുൾ എനർജി, ഓൺലി ഓൺ റിപ്പോർട്ടർ. റിപ്പോർട്ടറിന്റെ മാജിക് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുനിമിഷം മാറിമറിയാൻ പോകുന്ന ലീഡിന്റെ മനോഹരമായ ലേഔട്ടാണ്. ഈ ലേഔട്ടിൽ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ LDF എത്ര, UDF എത്ര എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിധി നിശ്ചയിക്കുന്ന സുപ്രധാനമായ കൗണ്ടിംഗ് ദിനത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുള്ളത്. അങ്ങ് തെക്ക് നിന്ന്, വടക്ക് നിന്ന്, കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന് വരുന്ന ഫലസൂചനകൾ അത് മോദിക്ക് അനുകൂലമാകുമോ അതല്ല ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാകുമോ എന്നതാണ് ചോദ്യം. ഈ കർത്തവ്യപഥത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരായിരിക്കും യഥാർത്ഥത്തിൽ നടത്തുക എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകം രാഷ്ട്രപതി ഭവനിൽ പൂക്കൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ വേദിയിൽ രാഹുൽ ഗാന്ധിയോ അതോ നരേന്ദ്രമോദിയോ എന്നതാണ് ചോദ്യം. എക്സിറ്റ് പോളുകൾ ഒന്നടങ്കം പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സിറ്റ് പോളുകളുടെ ആദ്യത്തെ ഫലം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് മാർക്കറ്റിൽ 14 ലക്ഷം കോടിയുടെ വർധനവുണ്ടായിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. 54 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളിൽ വലിയ രീതിയിലുള്ള ഓഹരിയിൽ വർധനവുണ്ടായി. എക്സിറ്റ് പോൾ കൊണ്ട് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ആളെന്ന് പറയുന്നത് അദാനിയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ എക്സിറ്റ് പോൾ ഫലത്തിലൂടെ അദാനിയുടെ നഷ്ടമെല്ലാം പരിഹരിച്ച് ഏഷ്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാനായി മാറിയിരിക്കുന്നു എന്നുള്ള നേട്ടം ഇപ്പോൾ തന്നെ അദാനിക്ക് കൈവന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഒരു മാനിപ്പുലേഷനാണ് എന്ന വിലയിരുത്തൽ പല വിദഗ്ധരും നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അദാനി ഉണ്ടാക്കിയത് $1 ബില്യൺ. ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 194 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. 72% കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്നത്, പുണ്യ ബാലകൃഷ്ണൻ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇടിവ് ചെറുതല്ല. ആ പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് വോട്ടർമാരുടെ ക്ഷീണപത, വോട്ടർ ഫെറ്റിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതങ്ങനെ സാധ്യമാണ്.